എടാ എനിക്കൊരു ഡൗട്ട്. പോത്തിനെ പറ്റിയുള്ള ഡൗട്ടാ? അല്ല, അച്ഛമ്മേനെ പറ്റിയിട്ടുള്ള ഡൗട്ടാ. അച്ഛമ്മേനെ പറ്റിയാണ് അച്ഛമ്മയോട് ചോദിക്കൂ, എന്നോടാണോ ചോദിക്കുന്നത്? അച്ഛമ്മയോട് ചോദിക്കാൻ പറ്റത്തില്ല. അതെന്താ അച്ഛമ്മയോട് ചോദിക്കാൻ പറ്റാത്ത അച്ഛനെ പറ്റി ഒരു ഡൗട്ട്? ഈ പോത്തിനെ അഴിച്ചു വിട്ടത് അച്ഛമ്മയല്ലേ? അതെ. ആ, അങ്ങനെയാണെങ്കിൽ അത് കണ്ട ദൃക്സാക്ഷികളൊക്കെ ഉണ്ടാവില്ലേ? എത്ര പേരുണ്ടെന്ന്. അപ്പൊ അച്ഛമ്മയല്ലേ കുറ്റക്കാരി? ഉറപ്പായിട്ടും ആ പോത്ത് വല്ലവരും കുത്തി അച്ഛൻ പോകും ജയിലില്. എടാ, അപ്പൊ നമ്മുടെ പറമ്പിൽ വന്ന് പോത്തല്ലേ കുറ്റക്കാരൻ? അതങ്ങനെ പോത്ത് കുറ്റക്കാരനാണ്? പോത്തിനെ പെട്ട് ജയിലിടാൻ പറ്റുക? പോത്തിനെ കൊണ്ട് കെട്ടിയതാരാ? ആ അടച്ചു വിട്ടാരൻ, അങ്ങനെയല്ലേ കുറ്റക്കാരൻ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ കെട്ടാൻ വേണ്ടിയിട്ട് അനുവദിച്ച അച്ഛനല്ലേ കുറ്റക്കാരൻ? ആ ശരിയാണല്ലോ, അച്ഛനെ കുറ്റക്കാരൻ. ആ, അയ്യോ, അച്ഛൻ കുറ്റക്കാരനായ കഴിഞ്ഞാൽ അച്ഛൻ മുങ്ങും. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി അച്ഛന്റെ മോനായ നിന്നെ കുറ്റക്കാരനാക്കും. ഓടിയോ ഞാൻ തന്നെ കുറ്റക്കാരനാവുന്നു? ആ, നീ വെട്ട്. അയ്യോ, ഞാനെങ്ങനെ വിടാനാ? നീ തന്നെ കുറ്റക്കാരൻ. എടി അല്ലടി. ആണ്. ഞാനോ? പിന്നെ സൂക്ഷിച്ചോ, നിന്റെ അച്ഛൻ മുങ്ങാണ്ടിരുന്ന സൂക്ഷിച്ചോ. അച്ഛൻ മുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം തീർന്നിട്ടോ. നീ പോയി, നീ തീർന്നു. ചോടി ചുമ്മാ പേടിപ്പിക്കാ. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത്, അത് നാട്ടുകാർക്കെല്ലാം അറിയാം. എടാ, നിനക്ക് നിന്റെ അച്ഛനെ അറിഞ്ഞൂടെ? അറിയാം. ആ പോത്തിന്റെ പുറകെ ഓടിയതാരാ? ഞാൻ. അപ്പൊ നീയല്ലേ കുറ്റക്കാരൻ? ഞാൻ സഹായിക്കാൻ വേണ്ടി ഓടിയതല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനെന്ന് ആദ്യം മുങ്ങും. എന്തോ? ഞാനെന്ന് ആദ്യം മുങ്ങും. എങ്ങോട്ട് മുങ്ങാൻ? ഞാൻ പലപ്പൊക്കത്ത് വല്ലതും പോയിരിക്കും. അവിടുന്ന് ആൾക്കാർ പൊക്കിയാലോ? ആര് പൊക്കാൻ? നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ പലപ്പൊക്കത്തോണം. അച്ഛൻ വേറെ ഏതെങ്കിലും ജില്ലയിൽ പോവും. നിനക്ക് പോകാനുള്ള കാശുണ്ടോ? ഇല്ല. നീ ഇവിടെ നിന്നിരുന്നതിന് നിന്നെ ആൾക്കാർ പൊക്കും. ഇതൊന്നും ഇവിടെ ഇരുന്ന് കഴിക്കല്? വെറുതെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാന്ന് വെച്ചു. അകത്ത് സ്ഥലം ഉണ്ടായിട്ടില്ലേ? അകത്ത് സ്ഥലമൊക്കെ ഉണ്ട്. എന്താ അമ്മ വേറെ എന്തെങ്കിലും പണി ചെയ്യണ്ട? പണിയൊന്നുമില്ലേ മക്കളെ? നിങ്ങളുടെ അച്ഛമ്മേനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പുറത്തെങ്ങാനും പോയി നോക്ക്, അപ്പച്ചിന്റെ അടുത്തെങ്ങാനും ഉണ്ടാവും. അല്ല, അവളെയും കാണുന്നില്ല. ഞാൻ മൊത്തം സെർച്ച് ചെയ്തു. അവര് ചിലപ്പോ വല്ല പോത്തിനോ പശുവിനോ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടോ നോക്കാൻ പോയതായിരിക്കും, അയച്ചിടാനായിട്ടേ. അതെ, ഒരു കെട്ട് അയച്ചു വിട്ട് അതിന്റെ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ല. പിന്നെ അടുത്തത് അമ്മയ്ക്ക് വിളിച്ചു നോക്കായിരുന്നില്ലേ ഫോണില് അപ്പച്ചീനെ അച്ഛമ്മേനൊക്കെ? ഞാൻ രണ്ടാളി മാറി മാറി വിളിച്ചു, ഫോൺ എടുക്കണ്ടേ? പിന്നെ ഇത് എവിടെ പോയിണ്ടാവും? എനിക്കെങ്ങനെയാ അറിയുന്നത്? എന്നാ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണ്ടേ? അമ്മ, ഇത് കണ്ട അച്ഛമ്മയുടെ റൂമിൽ നിന്ന് കിട്ടിയ ലെറ്റർ. ലെറ്ററാ? വായിച്ചാട്ടെ. കേക്കട്ടെ, വായിക്ക്. എന്താ എഴുതി വെച്ചിരിക്കുന്നത് നോക്കട്ടെ. എത്രയും പ്രിയപ്പെട്ട പ്രകാശനും പുഷ്പയും അറിയുന്നതിന് ഇപ്പോഴത്തെ ഈ ദുർഘടമായ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് നീ തന്നെ മുൻകൈ എടുത്ത് ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്നെ അന്വേഷിച്ച് വരുന്നവരോട് ഞാൻ ദുബായിലേക്ക് നാട് വിട്ടു എന്ന് പറയണമെന്ന്. പിന്നെ സരിതയെയും നിങ്ങൾ അന്വേഷിക്കേണ്ട, അവളും എൻ്റെ കൂടെ കൊണ്ടുപോയെന്ന്. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സരസ്വതി പാപ്പാടി. അടിപൊളി, നല്ല ധൈര്യം നിങ്ങളുടെ അച്ഛമ്മേടത് അല്ലേ? ഇതാണോ അമ്മ അച്ഛമ്മയുടെ വലിയ പാരമ്പര്യാന്നൊക്കെ പറഞ്ഞേ? അല്ല, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയല്? എന്ത് നമുക്ക് അച്ഛമ്മയുടെ പാരമ്പര്യം കിട്ടിയിരിക്കുന്നേന്ന്? എനിക്ക് അച്ഛമ്മയുടെ പാരമ്പര്യം ഒന്നുമല്ല, എനിക്ക് അമ്മയുടെ പാരമ്പര്യം. നിനക്കോ? അല്ല, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അമ്മയുടെ പാരമ്പര്യമോ? സാഹചര്യത്തിനനുസരിച്ച് കാല് മാറാൻ പിന്നെ എൻ്റെ മക്കളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ അല്ലേ? അതെ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്ക്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലടാ, നിന്റെ ഈ ഉടായിപ്പൊന്നും അമ്മ എടുത്ത് നടക്കത്തില്ല. അതാ ഇനം വേറെ. അതെ അതെ, മുന്തിയ വിഷമുള്ള എന്നാ. ഏയ്, നീ ആരെ കുറിച്ച് പറയണേ? എൻ്റെ അമ്മയെ കുറിച്ചിട്ടാ. നിങ്ങളുടെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഈ കേസ് വിട്ടത്. അല്ലെങ്കിൽ മത്തായിനെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിലോട്ട് കയറി വന്നേനെ. എന്തൊക്കെയാടാ വേണുകൂട്ടാ നീ പറയുന്നത്? നീ എപ്പോഴും വലിയവായി പറയുമല്ലോ, നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയെ പോലെയാണ്, നിങ്ങളുടെ കുടുംബം എൻ്റെ കുടുംബം പോലെയാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് ഞാനിത് വിട്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ വിവരം അറിഞ്ഞേനെ. എന്നാലുവേ എനിക്ക് പോലും ആ മത്തായിയെ പേടിയാ. അമ്മയ്ക്ക് ഒരു പേടിയില്ലടാ. എങ്ങനെ പേടിക്കാനാ? അവര് തന്നെ ഇഷ്ടപ്രകാരം വളർന്നല്ലേ, പിന്നെ എങ്ങനെ അവര് പേടിക്കും? അതുകൊണ്ടൊന്നും അല്ലടാ, അമ്മ പല പടക്കുറിപ്പുമാരുടെ കുടുംബത്തിലെ അതിന്റെയാ. പടക്കുറിപ്പ് എന്നെ കൊണ്ടൊന്ന് പറയിക്കില്ലേ പ്രകാശി? ദാ പോണു നിങ്ങളുടെ അമ്മയും പെങ്ങളും. നിക്കാൻ പറ. അമ്മേ, നിങ്ങളെവിടെ പോണു? ഞങ്ങള് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഈ ബാഗ് പിടിച്ചോട്ടോ. എടാ പൊന്നു മക്കളെ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടാ. എടുക്കടി.
നിക്കവിടെ. സംഭവം എന്താണെന്ന് പ്രകാശിക്ക് മനസ്സിലായോ? മത്തായിനെ പേടിച്ച് രണ്ടും നാട് വിടാനുള്ള പരിപാടിയാ. അത് ശരി, എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ടു വെച്ചിട്ട് നിങ്ങൾ എന്നോട് രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലേ? എടാ പ്രശ്നം തീർക്കാൻ നിനക്കറിയാലോടാ. ഞങ്ങളൊന്ന് പൊക്കോട്ടെടാ മക്കളെ. ചേട്ടന് മാത്രല്ല വേണുക്കുട്ടിന് നന്നായിട്ട് അറിയാം രക്ഷപ്പെടാനുള്ള വഴി. ഓ, എന്നെ സോപ്പിടാനാണെങ്കിൽ നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടല്ലോ. മോനെ ബസിന്റെ സമയം പോവും, ഞങ്ങൾ പൊക്കോട്ടെ മക്കളെ. ബസ്സിൽ പോകണ്ടെന്നേ, നമുക്ക് അല്ലാതെ പോകാം. ശരി, നീ അമ്മേ, വീട്ടിലോട്ട് ഞാൻ പോട്ടെ. പോ. നീ ഇങ്ങോട്ട് പോവാ, നീ ഇങ്ങോട്ട് പോകുന്നു. നടക്കടി. ഉടായ്പ നടക്കില്ല. നീ എന്റെ മോനല്ലേടാ. അതുകൊണ്ടല്ലേ എടാ അമ്മ രക്ഷപ്പെടത്തേടാ. അമ്മയെ രക്ഷപ്പെടുത്താനേ കൊണ്ടുപോകണം. വേഗം പിടിക്ക്. ബാഗോ ഞാൻ പിടിക്കാനോ? ഫോൺ വിളിച്ചിട്ട് എടുക്കണല്ലോ അച്ഛൻ. മിക്കവാറും അച്ഛനെ മുങ്ങിക്കാണോ, അത് തന്നെ കാര്യം. അല്ലെങ്കിലും ഒരു പ്രശ്നം വന്ന നിങ്ങളുടെ അച്ഛന്റെയും അച്ഛമ്മയുടെയും പാരമ്പര്യത്തിലുള്ളവർക്ക് മുങ്ങാൻ വേണ്ടി നല്ല കഴിവാ. അമ്മ കൊറേ നേരമായില്ലേ ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അമ്മേ ദേ നോക്കിക്കേ, ദേ മുങ്ങിയാരൊക്കെ പൊങ്ങി. ഒളിച്ചോടി പോലെ ഞാൻ പിടിക്കൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോയതല്ലേ. പിടിക്കണം. അച്ഛമ്മ അപ്പച്ചി ആരോടും പറയണ്ട എവിടെ പോയതാ? ഞങ്ങൾ ആരോടും പറയാണ്ട് ഒരു ഷോപ്പിങ്ങിന് പോയതാ. ആ അത് ഈ കത്ത് വായിച്ചപ്പോ മനസ്സിലായി. കത്തൊക്കെ എഴുതി വെച്ചിട്ടാണോ പോയത്? ദാ, നോക്കിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കത്ത് എഴുതി വെക്കണ്ടാവുന്നു. എടാ മക്കളെ, ആ മത്തായി ആളെ കൂട്ടി വരുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് മുങ്ങിയേക്കാലോ. ആ എന്നെ അതിന് കിട്ടത്തില്ല. ഞങ്ങളെ കിട്ടത്തില്ല അതിനൊന്നും. അച്ഛമ്മയെ പോലെയല്ല, നിങ്ങൾക്കെങ്കിലും ആത്മധൈര്യം ഉണ്ടല്ലോ. അമ്മേ, നമ്മൾ നാട് വിടാനൊന്നും പോകണ്ട. അവരുടെ നഷ്ടപരിഹാരം കൊടുത്താ പോരെ? ഞാൻ ചത്താല് ചില്ലി പൈസ കൊടുക്കൂല. അപ്പൊ പ്രകാശേ, നിങ്ങളുടെ അമ്മയുടെ അടിയന്തരത്തിനുള്ള പന്തൽ കാണുള്ള പരിപാടി നോക്കിയോ? അമ്മ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ പാപ്പാടി കുടുംബത്തിലെ നിലവാരം മൊത്തം പോവും. അച്ഛമ്മ പടത്തലവന്മാരെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ട കേട്ടോ. എന്റെ അച്ഛമ്മ ആ നഷ്ടപരിഹാരം കൊടുക്ക്, എന്നിട്ട് പാരമ്പര്യം സൂക്ഷിക്ക്. നിങ്ങളുടെ കെട്ടിയോന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. ആര്? ഇവന്റെ അച്ഛനോ? ആ പാരമ്പര്യം നശിപ്പിച്ച് കളയല്ലേട്ടാ. നഷ്ടപരിഹാരം കൊടുത്തോ അമ്മ? ആ എത്രയാന്ന് വെച്ചാ മക്കളെ ഞാൻ നഷ്ടപരിഹാരം കൊടുത്തോളാം. ആ ലിസ്റ്റും കൊടു. ലിസ്റ്റാ? ആ വായിച്ചു കേൾപ്പിക്കും. ലിസ്റ്റ് ഇതേ അമ്മ കേട്ടോ. ഉലഹന്നൻ 3000 രൂപ 10 മൂട് ഏത്തവാഴ. കേച്ചേരി സദാശിവൻ പാല് 15 ലിറ്റർ 2000 രൂപ. പിന്നെ കൂവപ്പറമ്പിൽ സതീഷ് കൂവകൃഷി നശിപ്പിച്ചത് 5745 രൂപ. കൂവയ്ക്ക് ഭയങ്കര വില അതാട്ടോ അത്രയും കയറ്റി ചെയ്യേ. വെട്ടുതറ മത്തായി സൈക്കിൾ, ഒരു ഫുള്ള് സൈക്കിള് മൊത്തം നശിപ്പിച്ചു, അതിൻ്റെ 7000 രൂപ. മണിയങ്കര രവി ഡബിൾ മുണ്ട് കീറിയത് 1200 രൂപ, ഒറ്റ മുണ്ടുള്ളൂ. സുധാമണി ചട്ടിക്കച്ചവടം 50 മൺചട്ടി 800 രൂപ. മുറുക്കാങ്കട ബംഗാളി 25 കിലോ കിഴങ്ങ് 50 മുറുക്കാൻ 400 രൂപ. തട്ടുകട വേലായുധൻ തട്ടുകട പൊളിച്ചത് 1500 രൂപ. ലളിതാ കുമാരൻ 275 മുട്ട പൊട്ടിച്ച് 2000 രൂപ. പിന്നെ ഓട്ടോ കാശ് 3500 രൂപ, എല്ലാവരും വീട്ടിൽ കൊണ്ട് നമ്മൾ വിട്ടില്ലേ, അതിൻ്റെ 3500 രൂപ. പിന്നെ സർവീസ് ചാർജ് 3000 രൂപ. അതെന്തിനാണ് സർവീസ് ചാർജ്? പിന്നെ ഞാനാണല്ലോ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്, അപ്പം എൻ്റെ ഒരു സർവീസ് ചാർജ് ഒരു 3000 രൂപ. എടി കൃഷ്ണേ, നിന്റെ തലയിൽ നിറച്ച താരനാട്ടാ. അത് ഈ ടെൻഷൻ കൂടിയ താരം കയറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പച്ചി. അതിന് ഈ ജോലിയും കൂലിയും ഇല്ലാത്ത കൃഷ്ണേച്ചിക്ക് എന്താണ് ടെൻഷൻ? എടാ നാളെ എങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ആയിരിക്കും അല്ലേടി? അതൊന്നും അല്ല, എന്റെ ചേച്ചി അനിയന് വഴിതെറ്റി പോകുമോ എന്നുള്ള ടെൻഷനാ. അയ്യോ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ടാട്ടാ. ഒരു ഡീസന്റ്. ആഹാ വന്നല്ല, നേരെ വഴിക്ക് നടക്കണ സൽപുത്രൻ. നേരെ വഴിക്ക് പോണവരെ വളഞ്ഞ വഴി കൂടെ വിടുന്ന മുതല്. എന്റെ പൊന്നു കുരിപ്പ് വലിയ ഉണ്ടായി കേട്ടോ. ഞാൻ മിണ്ടാണ്ടിരുന്നോളാ, പക്ഷെ കൃഷ്ണേച്ചി എന്നെ വിളിക്കണ പോലെ എന്നെ കുരിപ്പിന്ന് വിളിക്കരുതേ. വിളിക്കൂല, മിണ്ടായിരുന്നാ മതി. അല്ല, നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലേ നമ്മുടെ പഴയ 5 രൂപയുടെ നോട്ടുണ്ടോ? 5 നോട്ടൊക്കെ ഉണ്ടോ? ചില്ലറ മാത്രമേ ഇല്ലുള്ളൂ. അപ്പുണ്ണി, നിനക്ക് എന്തിനാണ് 5 രൂപയുടെ നോട്ട്? ചേച്ചി, നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡ് ബുക്ക് ക്ലബ്ബിലെ നാളെ അവിടെ ഒരു പരിപാടിയുണ്ട്. നമ്മൾ പഴയ 5 നോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 50 രൂപ തിരിച്ചു കിട്ടും. 50 രൂപ തിരിച്ചു കിട്ടുമോ? നാളെ സഞ്ജു കുറച്ച് കോശ ഉണ്ടാക്കും. അല്ല അപ്പൊ നീ കുട്ടമാമന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നില്ലേ? ഏത് കുട്ടമാമൻ? എടാ ആദ്യ ഒരു ദിവസം ഇവിടെ കല്യാണം വിളിക്കാൻ വന്നില്ലേ? എനിക്കൊന്നും പറയാൻ വയ്യ. കുട്ടമാമൻ ആരെ? കുട്ടമാമൻ ഏത്? ഈ കുട്ടമാവെന്ന് വെച്ചാ നമ്മുടെ ഒക്കെ ഒരു റിലേറ്റീവാ.
എനിക്കൊന്നും അറിയാം റിലേറ്റീവിനെ. അല്ല അപ്പച്ചി ഇത് ശരിക്കും ആരുടെ കല്യാണ? കുട്ടമ്മാമയുടെ മോളുടെ മോന്റെ കല്യാണം. അല്ല ഈ കുട്ടമാമൻ ആരാണ്? കുട്ടമ്മാമ അത് ശരി. അപ്പൊ ബന്ധമൊന്നും അറിയാതെ എല്ലാം കൂടെ എഴുന്നള്ളി പോവല്ലേ കല്യാണം കൂടാൻ? അതൊന്നല്ല, കുട്ടമ്മാമനെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതാ. അതേടാ കുട്ടമാമനെ അപ്പച്ചീനെ ഒരുപാട് എടുത്തു നടത്തിയിട്ടുണ്ട്. ആ അത് മാത്രമല്ലടാ, കുട്ടമ്മാമയുടെ മോളില്ലേ, അവളും ഞാനും കഞ്ഞി കറിയും വെച്ച് കളിച്ചിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞ ആർക്കും ഒരു ബന്ധം അറിയാൻ ഓസിന് ഫുഡ് അടിക്കാൻ പോവാന്ന് പറ. നാണക്കേടാ. അയ്യയ്യേ. ആടാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ തന്നെ പോണേ. ഞങ്ങൾ പരിപ്പും സാമ്പാറും പായസവും എല്ലാം മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിക്കും. എനിക്കെന്നാ ഞാനാ ടൈപ്പല്ല. നാണം കെട്ട ഏർപ്പാട്. വിളിക്കാത്ത കല്യാണത്തിന് പോയി, അതും ബന്ധം അറിയാതെ പോയി. വേണ്ട വരണ്ട. ആ വരുന്നില്ല. ഞാൻ പോയി നാളെ കുറച്ച് കാശ് ഉണ്ടാക്കട്ടെ. നിങ്ങളൊക്കെ നാണം കെട്ട് പോയിട്ടു. നാണം കെട്ടോ. ഇവരെന്താണ്? അല്ല അപ്പച്ചി ശരിക്കും ഇയാൾ ആരാണ്? നിങ്ങക്ക് കല്യാണത്തിന് വന്നാ പോരെ, വേറെ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും. ഞങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റുമല്ലേ? അപ്പച്ചില്ലേടേ, ധൈര്യമായിട്ട് പോര്. ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഞാനില്ല കേട്ടോ. നീ വരണ്ട. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് നാളെ കല്യാണത്തിന് പോണ്. പൊളിക്കും. അധ്യാപകർക്ക് സംരക്ഷണം. ഇത് മുഴുവൻ തല്ലും പിടിയൊക്കെ ആണല്ലോ. ഒറ്റ സിനിമാ പരസ്യം ഇല്ലേ, സിനിമയൊന്നും ഇറങ്ങുന്നില്ലേ. വിവാഹത്തിന് എന്നാ എത്ര തവണ നിങ്ങളെ ഫോണിലോട്ട് ഞാൻ പിടിച്ച് ഫോണൊന്നും എടുക്കണ്ടേ? അയ്യോ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. എന്റെ പ്രകാശ്, നാളെ ആ ബോംബെ ടീം സ്ഥലം കാണാൻ വേണ്ടി വരില്ല. അതിന്റെ പ്ലാനിങ് വേണ്ടേ? അയ്യോ നാളെയാണ് അവര് വരുന്നത്. ആ അയ്യോ മറ്റേ പുത്തൂരെ കുട്ടമ്മാവിന്റെ വീട്ടിലെ കല്യാണ. എനിക്കതിന് പോകാതിരിക്കാൻ പറ്റുകയില്ല. എന്റെ പ്രകാശ്, അവർ വരുമ്പോ നിങ്ങളില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും? അത് കുഴപ്പമൊന്നുമില്ലെന്നേ. ഈ കല്യാണം എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലടാവേ. മാറ്റാൻ പറ്റുമോ കല്യാണം? പോക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് വിവരം ബോധമൊന്നുമില്ല. കല്യാണം നാളെ ആയിട്ട് നാളെ അല്ലാതെ പിന്നെ എന്ന് പോലാ. അവർ വരുമ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാൻ പാടില്ല. എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യും? ഓ പിന്നെ ഹിന്ദി അറിഞ്ഞിട്ടല്ലേ ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അവിടെയൊക്കെ മുഴുവൻ ഹിന്ദിക്കാരല്ലേ വിളമാദിക്കുന്നത്. നീ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. വല്ലതൊക്കെ പറയണടാ. അങ്ങനെ അങ്ങ് തട്ടിവിടാം അല്ലേ? പിന്നല്ലാതെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് നോക്കാം. എന്റെ ഹിന്ദി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദിക്ക് എനിക്ക് 20 മാർക്കുണ്ടായിരുന്നു. അത് മതി. എത്ര അക്ഷരം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതങ്ങോട്ട് വച്ച് കീറിയാൽ മതി. അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ കഥയൊന്നും പറഞ്ഞിരിക്കല്ല. നാളെ നിങ്ങളുടെ അമ്മ കല്യാണത്തിന് വരുന്നില്ല എന്നാ പറയുന്നത്. അമ്മ കല്യാണത്തിന് വരുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? ആ എനിക്കെങ്ങനെ അറിയാനാ? വരുന്നില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുവാ ഇപ്പൊ അവിടെ. എന്തൊരു കഷ്ടമായത്. പ്രകാശി, ഇപ്പൊ അമ്മയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ ബന്ധുക്കൾ ചോദിക്കുകയല്ലേ മക്കൾ എന്നാ ചെയ്യണേന്ന്. അപ്പൊ ഗുണം പിടിച്ചില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? നീ എന്ത് വർത്താനാടാ പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞതാ. നിന്റെ വീട്ടിലെ വർത്താനം നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട. അല്ല അത് വേണുകൂട്ടം പറഞ്ഞത് കാര്യം. എന്ത് കാര്യം? അല്ല നാളെ അഥവാ അമ്മ കല്യാണത്തിന് വന്ന കുടുംബക്കാരൊക്കെ ചോദിക്കത്തില്ലേ മക്കളൊക്കെ എന്തായിന്ന്? അമ്മ പറയണം നല്ല രീതിയിലാണെന്ന്. എങ്ങനെ പറയൂ? ഗുണം പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അമ്മ എങ്ങനെ പറയൂ അത്? ഞാൻ നല്ല പോലെ ഗുണം പിടിച്ച് തന്നെ ഇവിടെ ജീവിച്ചോണ്ടിരുന്നത്. അപ്പോഴാ നിന്നെ ഇടുത്തി പോലെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച്. അന്ന് തുടങ്ങി അടി എന്റെ ഈ ഗുണമെല്ലാം പോയത്. അല്ല നിങ്ങൾ നേരെ ചൊവ്വേ ജോലിക്ക് പോയതിന് എന്റെ പെരട്ടിക്ക് കയറിയിട്ട് എന്താ കാര്യം? ചേച്ചി അത് പറയരുത്. ബ്രോക്കർ പണി അങ്ങനെ തീരെ മോശം പണിയൊന്നും അല്ല കേട്ടോ. ബ്രോക്കർ പണി മോശാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുവാ പറഞ്ഞേ? ബ്രോക്കർ പണിക്ക് പോയിട്ട് പണി വാങ്ങലല്ലേ നിങ്ങളെ പണി? പ്രകാശി അത് വീടേ. അവർ പറഞ്ഞതല്ലേ ഏറ്റുപിടിക്കാൻ പോലെ. നാളത്തെ നമ്മുടെ ആ ബോംബെ കച്ചവടം നടക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും നമ്മുടെ വില എന്താന്നുള്ളത്. ഇത് ഞാൻ കുറേ കേട്ടതാ. നീ എന്തോന്ന് കേട്ടെന്നാടി പറയുന്നത്? നിനക്ക് എന്തോ അറിയാം. കലിബലി 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 എങ്ങനെ സഹിക്കുന്നത്? ആ ഗരി അതായി പോയി. നീ ചെന്ന് അമ്മ ഒന്ന് സോപ്പിട്ട് ശരിയാക്കി എടുക്കാൻ നോക്ക്. പോ, ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാതെ. ഇവിടെ കുറ്റിയടിച്ച് നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല. അകത്ത് വന്ന് ചോദിക്കണം അമ്മ എന്താ വരാത്തേ കല്യാണത്തിന്. എന്നാ അവിടെ പോയി നിങ്ങൾ ആദ്യം ചോദിക്കും പ്രകാശി. അമ്മയുടെ പ്രശ്നം എന്താന്ന് ചോദിക്കും. ചെല്ല്. നീ കൂടെ വാ. അയ്യോ ഞാൻ വന്നില്ല. എന്റെ തലവട്ടം കണ്ട ആ പുള്ളിക്കാരിക്ക് പിന്നെയും പ്രശ്നം കൂടും. ആ അല്ലെങ്കിൽ നീ വരണ്ട. വാ ചെല്ല്. പോയിട്ട് വരാം. ആ ചെല്ല്. നാളത്തെ ബോംബെ എങ്ങനെയാവും എന്തോ. ഇതേ ആ തള്ളക്ക് എന്നത്തിന് കേടാന്നറിയോ? നല്ല തല്ലു കൊള്ളാത്തതിന്റെ കേടാ. കല്യാണത്തിന് വന്നില്ല പോലും. നാളെ ഞാൻ ഈ ഹിന്ദി പറഞ്ഞ് എങ്ങനെ ഈ കച്ചവടം ഒപ്പിക്കും എന്നുള്ളതാണ്. നോക്കാം. അമ്മ എന്താ അമ്മാവന്റെ വീട്ടിലെ കല്യാണത്തിന് വരാത്തെ? സൗകര്യമില്ല. ആ സൗകര്യക്കേടൊക്കെ മാറ്റി സൗകര്യം ഉണ്ടാക്കി വരണ്ടേ?
എന്റെ കാര്യം തീരുമാനിക്കുന്ന നീയാണോ? ഞാനാ, അല്ല നീയല്ല കേട്ടോ. പ്രായമായ അമ്മയെല്ലാം വീട്ടിലുണ്ടാവുമ്പോൾ മക്കൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അത് വലിയ പുതുമയൊന്നല്ല അമ്മേ. നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം തീരുമാനിച്ചാൽ മതി. എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം കേട്ടോ. അല്ല, നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ, അപ്പം പിന്നെ തീരുമാനിച്ചാലെന്നാ? അമ്മ എന്തിനാണ് കിടന്നുണ്ടാകാറുന്നത്? അമ്മാവന്റെ വീട്ടിലെ കല്യാണത്തിന് അമ്മ നാളെ വരുന്നില്ല. അമ്മ വരണ്ട, അമ്മയ്ക്ക് പ്രായമൊക്കെ ആയില്ലേ, വരണ്ട. നിന്റെ അമ്മയ്ക്ക് അഭിപ്രായം. എൻ്റെ അമ്മയുടെ കാര്യം തന്നെ പറഞ്ഞത്. ചേട്ടാ, നമുക്ക് പോയി അടിച്ചു വിളിക്കാം. കുട്ടമ്മാമ്മ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. നിന്നെ ആര് കല്യാണം വിളിച്ചു? കല്യാണം വിളിക്കാൻ വന്നപ്പോ കുട്ടമ്മാമ്മ എന്നെ ക്ഷണിച്ചല്ലോ. അയ്യേ, അവൻ ഇവിടെ വന്നപ്പോ നീ ഇവിടെ നിൽക്കുന്നുണ്ടോട്ടോ നിന്നോടൊന്ന് പറഞ്ഞതാ. അല്ല നിന്നെ ആരെങ്കിലും കല്യാണം വിളിക്കുമോ? അല്ല, അമ്മ വരുന്നില്ലേ വരണ്ട, വരുന്നവരെ എന്തിനാ വിലക്കാൻ നിൽക്കുന്നത്? ഞാൻ ആരും വിലക്കിയതൊന്നുമല്ല, എനിക്ക് വരാൻ മനസ്സില്ല, അത്ര തന്നെ. അതൊക്കെ പോട്ടെ അമ്മ, കാര്യം പറ. ശരിക്കും അമ്മ വരാത്തതിന്റെ കാരണം എന്തുവാ? എനിക്ക് പറയാൻ മനസ്സിലെങ്കിലോ? ചേട്ടാ, എനിക്ക് കാരണം പിടികിട്ടി. പറയട്ടെ, കുട്ടമ്മാമ്മ കല്യാണം വിളിച്ചു കഴിഞ്ഞോണ്ട് ഇറങ്ങിയപ്പോ അപ്പ തന്നെ അമ്മയോട് കാര്യം പറഞ്ഞു. കുട്ടമ്മാമ്മ അമ്മേനെ പ്രത്യേകം ക്ഷണിച്ചില്ലാന്ന്. അതുള്ളതല്ലേ? എടാ, എന്നെ വിളിച്ചിട്ടില്ല അവൻ. ഞാൻ ഇവിടുത്തെ മുതിർന്നല്ലേ, അപ്പൊ എന്നെ സെപ്പറേറ്റ് വിളിക്കണ്ടേ? അവന് വിളിച്ചില്ലല്ലോ. എന്റെ കാര്യമൊന്നും പറയില്ല, അവൻ വരുന്നുമില്ല. അല്ല, അതെങ്ങനെയാ ശരിയാവുന്നത്? കുട്ടമ്മാമ്മൻ എല്ലാരും മുന്നിലും വെച്ചിട്ടല്ലേ കല്യാണം പറഞ്ഞത്. കല്യാണം വിളിച്ചു, ഇവന്റെ മോന്തെ നോക്കിയാ വിളിച്ചത്, അല്ലാതെ എന്നെ പോത്ത് നോക്കിയൊന്നും പറഞ്ഞൊന്നുമില്ല. ഓ, അപ്പൊ അമ്മയെ പ്രത്യേകമായിട്ട് കല്യാണം ക്ഷണിക്കാത്തതിന്റെ അമർഷത്തിന്റെ പുറത്താണ് അമ്മ കല്യാണത്തിന് വരാത്തത്. എന്ത് പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവോ ദൈവമേ? നാണക്കേടാണ് അമ്മേ. എനിക്കൊരു നാണക്കേടുമില്ല. വാ അമ്മ, ഇതൊക്കെ ക്ഷമിക്കണ്ടേ അമ്മേ? എനിക്ക് സൗകര്യം ക്ഷമിക്കാൻ, ക്ഷമിപ്പിക്കാൻ വരുന്നു. ചേട്ടാ, അമ്മ വരണ്ടെങ്കിൽ വരണ്ട, നമുക്ക് പോയി അടിച്ചു വിളിക്കാം. അമ്മ വന്നാൽ ഒരു കാര്യം നടക്കൂല. അല്ല, ബെസ്റ്റ് മോള്. എടി, അമ്മ വരുന്നില്ലേ വരണ്ട, നമുക്ക് പോവാം. അത്രക്കേ ഉള്ളൂ. പോയിട്ട് വരുമ്പോൾ തിയേറ്ററിൽ കയറി സിനിമയൊക്കെ കണ്ടിട്ട് വരാം. അല്ലേ? ഐസ്ക്രീമും കഴിക്കാം. നീ തിയേറ്ററിൽ സിനിമയുടെ കാര്യം പറഞ്ഞ ഞാനങ്ങോട്ടോ അത് പോയടിയെന്ന്. ചേച്ചി, നമ്മൾ രാവിലെ പോകൂലേ? രാവിലെ പോകും. അപ്പൊ കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നും ഉണ്ടാക്കത്തില്ല. അയ്യോ അമ്മ, എന്ത് ചെയ്യും? പട്ടിണി കിടക്കേണ്ടി വരും. എന്ത് ചെയ്യും? ആരുണ്ടാക്കി തരും? നീ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അയ്യട കേമി, അത് നടക്കില്ല. നടക്കില്ല. വേണമെങ്കിൽ വരണം, നമുക്ക് സാരി കൊടുക്കാനുള്ളതാണ്. അപ്പൊ അടുക്കള കയറാൻ പറ്റൂല. നീയും കൂടിക്കൂടി അവറ്റാളുടെ കൂടെ വാ മക്കളെ, നമുക്ക് പുറത്തേക്ക് പോവാം. വാ, തിങ്ങി തിങ്ങി ഞങ്ങൾ അടിച്ചു വിളിക്കും. നീ ഇനി വരുമല്ലോടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ കേട്ടാ, കാണിച്ചു തരാം ഞാൻ. ഈ വർഷം മാങ്ങ അറിഞ്ഞ് കാച്ചേക്കുവാണല്ലോ. ഇതന്നെ വേടുവങ്ങൾ മാനത്തോട്ട് സ്വപ്നം കാണുന്ന. അല്ലടാ, മാങ്ങ നന്നായിട്ട് കാച്ചിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ പഠിച്ച അഗ്രികൾച്ചറൊക്കെ? അതിന്റെയാണ് ഈ കാണുന്നതൊക്കെ. ഓഹോ, അപ്പൊ നീ അഗ്രികൾച്ചർ പഠിച്ചതൊക്കെ ഈ മാവ് അറിഞ്ഞല്ലേ? ആ, മാവ് പറഞ്ഞു. ഞാൻ മാവിനെ കൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചല്ലേ. ഓ, ഭയങ്കരം തന്നെ. എന്താടാ? അല്ല, ഞാനേ എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? ഒരു സഹായം നീ ചോദിക്കടാ, നിനക്ക് 3-4 സഹായം ഞാൻ ചെയ്യും. വേണു അങ്കിളിനെ എനിക്ക് 5ന്റെ കുറച്ച് നോട്ട് ഒപ്പിച്ചു തരാൻ പറ്റുമോ? 5ന്റെ നോട്ടോ? എന്തിനാണത്? നമ്മുടെ ഒരു ബുക്ക് ക്ലബ് ഉണ്ട്, അതായത് ഓൾഡ് ഈസ് ഗോൾഡ് ക്ലബ്ബ്. അവിടെ നാളെ നമ്മൾ ഈ 5ന്റെ നോട്ട് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ 50 രൂപ തിരിച്ചു കിട്ടും. അതായത് ഒരു 5ന്റെ നോട്ട് നീ അങ്ങോട്ട് കൊടുത്താൽ നിനക്ക് 50 രൂപ ഇങ്ങോട്ട് കിട്ടും. അതെ. സംഭവം 5ന്റെ നോട്ട് ഒപ്പിക്കാൻ പാടാണ്, നോക്കാം. വേണു അങ്കിൾ വിചാരിച്ചോ എന്ത് ഒപ്പിക്കാൻ അത്ര പാട്? മനസ്സ് വെച്ചാൽ പറ്റും. സംഭവം ഞാൻ ഒപ്പിക്കാം. അങ്ങനെ ഞാൻ ഒരു 5ന്റെ നോട്ട് നിനക്ക് തരുമ്പോൾ നിനക്ക് 50 രൂപ കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? വേണു അങ്കിളിന് വേണ്ടി ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. ഓ, അതൊരു വല്ലാത്ത ഉപകാരമായിപ്പോയി. ഞാനൊരു ഡിമാൻഡ് പറയാം. അതായത് ഞാനൊരു 5ന്റെ നോട്ട് നിനക്ക് തരുമ്പോൾ നിനക്ക് 50 രൂപ കിട്ടുമല്ലോ. അപ്പൊ 25 രൂപ നീ എനിക്ക് തരണം. വേണു അങ്കിളെ, ഈ എഴനക്കി പട്ടിയുടെ ചിറനക്കി പേടുന്ന ഒരു ചൊല്ലാണ്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. തന്തേ പോലെ തന്നെ എന്തൊരു ഉപകാരം ചെയ്ത് പൈസ ഇങ്ങോട്ട് ചോദിച്ചാ എന്തോന്ന് ഇപ്പൊ അച്ഛനെ കുറ്റം പറയാറായ? നേരത്തെ പ്രകാശം എന്ന് പറഞ്ഞാൽ അങ്ങ് തുളുമ്പി ഇറങ്ങുമായിരുന്നല്ലോ സ്നേഹം. ഞാൻ എന്താ അച്ഛനെ കുറ്റം പറഞ്ഞു? ഞാൻ കേട്ടിപ്പോ അച്ഛനെ പറ്റി പറഞ്ഞത്. ഇവിടെ സഞ്ജു, ഞാൻ തെറ്റിദ്ധരിച്ചാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അച്ഛനോട് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കത്തുമില്ല. നടക്കട്ടെ, ഞാനിപ്പോ എന്തോ ചെയ്യാം? ഒപ്പിച്ചു തരാൻ പറ്റൂല്ലേ? ഒപ്പിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ, ചെല്ല്. നോക്കങ്ങ് വേണമെങ്കിലും പറ്റും. പറ്റും. ഒരുപാട് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് കേട്ടില്ല കേട്ടോ. ഒരു ഇച്ചിരി സഹായം എനിക്ക് ചെയ്യും, അതുകൊണ്ട് ഇപ്പൊ പുണ്യം കിട്ടത്തുള്ളൂ. പുണ്യം കുറെ എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. ഇനി പൈസ കിട്ടിയിട്ടുള്ള പരിപാടിക്ക് വേണുള്ളൂ. ഈ സഞ്ജുവിനെ സഹായിച്ച അങ്ങനൊന്നും അല്ല. സഞ്ജു വാക്ക് പറഞ്ഞ വാക്കാണ്. ആണോ? ശരി, എന്നാ നോക്കാം. താങ്ക് യു. പിന്നെ അച്ഛനൊന്നും അറിയണ്ട കേട്ടോ ഈ സംഭവം. നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. പ്രകാശൻ അച്ഛനെ? ഈ അച്ഛനോട് ആര് പറയാൻ പോകുന്നു? ഇനി അച്ഛൻ നാളെ ചെല്ലും കുറെ നോട്ടുമായിട്ടും ക്ലബിലോട്ടോ. ഞാനൊന്നും പറയൂല. അങ്കിള് വരാതിരുന്നാ മതി.
മക്കളെ താങ്ക് യു. നോക്കി പോടാ ഇത്